RJD LDF നിന്ന് UDF പോകുമോ? UDF-ലേക്കാണോ ഇപ്പോൾ RJD-യുടെ കണ്ണ്? രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൻ്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ അവസരം മുതലെടുക്കാൻ UDF ശ്രമിക്കുമോ? എന്തായാലും ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാജ്യസഭാ സീറ്റ് നൽകാത്തതിൽ RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ അതൃപ്തി അറിയിച്ചിരിക്കുന്നതാണ്. ഇടതുമുന്നണിയിലേക്ക് തങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല, ഓട് പൊളിച്ചു വന്നവരല്ല, ക്ഷണിക്കപ്പെട്ടു വന്നവരാണ്. പരിഗണന കിട്ടാത്തതിൽ പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്ന് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. 2018 നമ്മൾ LDF-എത്തിയത്. ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത്, അല്ലാതെ ഞങ്ങളാരും മുമ്പിൽ വാതിൽ മുട്ടി നിന്നിട്ടൊന്നുമില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് മുന്നണിയിലെടുത്തത്. അതിൽ ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നണിയിൽ നയിക്കുന്ന CPM-ന് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്, പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് LDF-ൽ വന്നത്. 2022 കാലാവധി അവസാനിച്ചപ്പോൾ CPI സീറ്റ് എടുക്കുക ഉണ്ടായത്. 2024 ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല. ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി മനസ്സിലാക്കട്ടെ, അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം. കണ്ണും നട്ട് കാത്തിരുന്നിട്ടും രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല എന്ന പരിഭവം, അതൃപ്തി, LDF-ൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള പരാതി, MV ശ്രേയാംസ് കുമാറിൻ്റെ ഈ വാക്കുകൾ ഈ സമയം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ UDF-ൽ നിന്ന് അതൃപ്തിയുമായി LDF-ലേക്ക് പോകാനുള്ള കാരണങ്ങൾ അണിനിരത്തിക്കൊണ്ട് സംസാരിച്ച അതേ ശബ്ദത്തിൻ്റെ തരംഗം, ആവേഗം എന്നിവയാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. റിയാസ് KMR കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. UDF-ലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കിൻ്റെ സൂചനകൾ ഇതിലുണ്ടോ? എന്തായാലും UDF തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊരു തുറന്നു പറച്ചിൽ കൂടി MV ശ്രേയാംസ് കുമാർ ഇതേ വാർത്താ സമ്മേളനത്തിൽ നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, അങ്ങനെ RJD ഒരു ഡിമാൻഡില്ലാത്ത പാർട്ടിയൊന്നുമല്ല, അത് തങ്ങളെ അവഗണിക്കുന്ന LDF മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. LDF-ന്റെ ഘടകകക്ഷിയാണ്. LDF യോഗത്തിൽ പോലും കേവലം 11ാം സ്ഥാനത്ത് മാത്രമാണ് തങ്ങളെ വിളിക്കുന്നത്. അതിൽ വലിയ അതൃപ്തിയുണ്ട്. ഈ LDF-ലേക്ക് 2018 വരുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റുമായാണ് അന്ന് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി വന്നിരുന്നത്. അന്ന് LJD ആയിരുന്നു, പിന്നീട് അത് RJD ആയി ലയിക്കുകയായിരുന്നു. ആ പാർട്ടിക്ക് ഇന്ന് ആ രാജ്യസഭാ സീറ്റില്ല. 2019 അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മുൻകൈയെടുത്ത് നടത്തിയ ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി ആ സീറ്റ് CPIക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നാൽ 2024 ആയപ്പോഴേക്കും ആ സീറ്റ് തിരിച്ചു നൽകാൻ ഉള്ള ഒരു മാന്യത എന്ന് പറഞ്ഞാണ് ശ്രേയാംസ് കുമാറിൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, എപ്പോഴെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും മുൻപിൽ പോയി വാതിൽ മുട്ടി നിന്നിട്ടില്ല, മാത്രമല്ല വലിഞ്ഞു കയറി വന്നവരല്ല, ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ്. 2014 മുതൽ തന്നെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു കോടിയേരി പോലൊരു അന്നത്തെ നേതാവ്. അദ്ദേഹത്തിൻ്റെ ആ ക്ഷണം കൊണ്ടാണ് അന്ന് വന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു പരിഗണനയുമില്ലാത്തൊരു സാഹചര്യമാണ്. നേരത്തെ തൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ തങ്ങളുടെ പാർട്ടിക്ക് കൃത്യമായൊരു പരിഗണന LDF തന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 2 ജില്ലകളുടെ മുന്നണിയുടെ കൺവീനർ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നൊരു പഞ്ചായത്തിൽ പോലും പാർട്ടിക്ക് മുന്നണിയുടെ കൺവീനർ സ്ഥാനം ലഭിക്കാത്ത സ്ഥിതിയാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ കാര്യമായ പരിഗണനയില്ല. ഇത്തവണ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രി സ്ഥാനം എന്നത് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ആ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. 2.5 വർഷം കഴിഞ്ഞെങ്കിലും അത് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. 2.5 വർഷം കഴിഞ്ഞ് ചില മന്ത്രിമാർ മാറിയപ്പോൾ പോലും ഈ RJD-യെ പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഇതാ ഒരു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് K. രാധാകൃഷ്ണന്റെ ലോക്സഭയിലേക്കുള്ള വിജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് ഈ MV ശ്രേയാംസ് കുമാർ എന്നെ പറയുന്നത്. ആ ഒഴിഞ്ഞു കിടക്കുന്ന പദവി അത് തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. മന്ത്രിസ്ഥാനം കൃത്യമായി കിട്ടണം. രാജ്യസഭാ സീറ്റോ കിട്ടിയിട്ടില്ല. കടുത്ത അവഗണനയാണ് നേരിടുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെ അവഗണന സഹിച്ച് തുടരേണ്ട ഒരു സാഹചര്യം തങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ UDF അടക്കമുള്ള കക്ഷികൾ തങ്ങളെ
ക്ഷണിക്കുന്നു. BJP-യുമായി ഒരു കാരണവശാലും യോജിക്കാത്ത, ഒത്തുപോകാത്ത പ്രസ്ഥാനമാണ് തങ്ങളുടേത്, ഒരു കാരണവശാലും ഒത്തുപോകില്ല. UDF ഇതാ ക്ഷണിക്കുന്നു. സ്വാഭാവികമായും ഞങ്ങൾക്ക് ഡിമാൻഡുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് ഡിമാൻഡുണ്ട്. അത് LDF നേതൃത്വം മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം, കൃത്യമായ പരിഗണന കിട്ടണം. കാരണം ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയല്ല, പദവി എന്നതിനപ്പുറത്തേക്ക് വേണ്ടത് പാർട്ടിക്കുള്ള പരിഗണനയാണ് ഓരോ പാർട്ടി പ്രവർത്തകനും അഭിമാനകരമായി കാണുന്നത്. അല്ലാതെ ഈ പ്രശ്നം വ്യക്തിയാധിഷ്ഠിതമല്ല എന്നുകൂടി MV ശ്രേയാംസ് കുമാർ പറയുകയാണ്.